നമുക്ക് രണ്ട് വാക്കുകൾ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാലോ. വേർപാടിന് ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ എടുത്ത് വായിച്ച വാക്യം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. NIV വേർഷൻ ബൈബിളിൽ നിങ്ങൾക്ക് 10-ാം വാക്യമായിട്ട് കിട്ടും, അല്ലാത്ത ബൈബിളിൽ അത് 9-ാം വാക്യത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 9-ന്റെ ഭാഗമായിട്ടും വരും, അല്ലെങ്കിൽ 10-ാം വാക്യമായിട്ടും. ഓക്കെ, അപ്പോൾ ആ ഭാഗം നിങ്ങൾ എടുത്തു വെച്ചിട്ട് അത് വായിച്ചിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചിന്തിച്ചാൽ മതി. ഇതിന് ശേഷം ഞാൻ ഒരു വാക്യം കൂടി നിങ്ങൾക്ക് ആഡായിട്ട് തരാനായിട്ട് 1-2 വാക്യങ്ങൾ. എബ്രായ ലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നിങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിലേക്കുള്ള നമ്മുടെ മടങ്ങി വരവ്, ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്, ഒരു മടങ്ങി വരവാണ്. ദൈവം കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതും പാപികളെ രക്ഷിക്കുന്നതും, അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ ആ ക്രൂശിൽ ഏൽക്കുന്ന മരണം, അവൻ്റെ രക്തം ചിന്തിക്കപ്പെടുന്നു, അവൻ്റെ ശരീരം വേദനിക്കപ്പെടുന്നു. അങ്ങനെ പല പ്രവൃത്തികളിലൂടെ ദൈവം ആ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് താൻ തൻ്റെ പ്രവൃത്തികളുടെ പൂർത്തീകരണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വിഗ്രഹത്തിൽ നിന്നുള്ള യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ആഹ്വാനത്തോടു കൂടി നടന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പ്രസംഗങ്ങളിൽ വരുന്ന കാര്യം, ദൈവത്തിൻ്റെ വചനം ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അവിടെ പരാമർശിക്കപ്പെടാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന ഒരു രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളുടെ പ്രവൃത്തികളിലെ മനുഷ്യരുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതത്തിൽ നാം പല സാഹചര്യങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിച്ച ഒരു രീതി എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ലോകത്തായിരിക്കുമ്പോൾ വേർപെട്ടിരിക്കണം. എന്തിൽ നിന്നൊക്കെ വേർപെട്ടിരിക്കണം? ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാം വേർപെട്ടിരിക്കേണ്ടത് ഈ സാമൂഹ്യമായിട്ടുള്ള മറ്റുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അതിൽ നിന്നൊരു വേർപാട്, ആ ജീവിതശൈലിയിൽ നിന്നുള്ളൊരു വേർപാടാണ് മെയിൻലി ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പരാമർശിക്കുന്ന വേർപാട് വിഗ്രഹ ആരാധനയിൽ നിന്ന് വിട്ടുവന്ന ജനത്തെക്കുറിച്ചുള്ള ഒരു വലിയ സന്തോഷമാണ്. അതുവരെ ബാൽ വിഗ്രഹങ്ങളെയും മറ്റും ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ ദൈവകോപത്തിന് ഇരയാകുന്ന, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാത്ത ഒരു ജനത്തെ, അവർ യഥാർത്ഥ ദൈവത്തിലേക്കുള്ള മടങ്ങി വരവ്, ദൈവത്തിൽ നിന്നും വിട്ടുപോയവർ, അതായത് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് വിട്ടുപോയി, അവരുടെ ഒരു മടങ്ങി വരവ്. നാം ഇതിന് ഞാൻ ആ പറഞ്ഞ ഭാഗം നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. അത് മടങ്ങി വരവ് എങ്ങനെയാണ്? കാരണം നാം എപ്പോഴും ഈ പിറുപിറുക്കുന്ന ഒരു സ്വഭാവമുള്ള ജനമാണ്. നമുക്ക് എപ്പോഴും നന്മ കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നാം പിറുപിറുക്കും, നാം അതിൽ നിന്ന് വീണു പോകുന്നൊരവസ്ഥയുണ്ട്. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ കർത്താവായ ദൈവം മോശയെ ഒരുക്കി, ഫറവോനിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് മോശയെ ഒരുക്കിയ കാലം തൊട്ട് മോശ അവരെ വിടുവിച്ച് കൊണ്ടുവന്ന ആ സമയത്ത് അവിടെ നടന്ന അത്ഭുത പ്രവൃത്തികളിൽ, ഓരോ അത്ഭുത പ്രവൃത്തികൾ കാണുമ്പോൾ ഇവർ സന്തോഷിക്കും, ദൈവത്തെ സ്തുതിക്കും. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ വീണ്ടും ഇവർ ദൈവത്തെ തള്ളിപ്പറയും. ഇതായിരുന്നു അവിടെ 40 വർഷം ഇവർ ഈ പ്രവൃത്തി തന്നെ ചെയ്തു. അതുകൊണ്ട് അവർക്ക് കിട്ടിയത് വലിയ ശാപമാണ്. ദൈവം അവർക്ക് കൊടുത്ത സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. പലരും ജീവൻ വെടിഞ്ഞു. ആ മരുഭൂമി യാത്രയിൽ അവരുടെ ജീവൻ അവസാനിച്ചു. വളരെ കുറച്ച് ആളുകൾക്ക് ദൈവം ആ അവസരം കൊടുത്തുള്ളൂ ആ വാഗ്ദത്ത നാട് എത്താനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു മുന്നറിയിപ്പും കൂടിയാണ്. നമ്മൾ ഈ തെറ്റായ ഡയറക്ഷനിൽ നടക്കുമ്പോൾ, യഥാർത്ഥ ആത്മീയത നമ്മളില്ലാതെ നാം ലോകത്തിൻ്റെ ചിന്തയിലുള്ള ആത്മീയതയിൽ ആശ്രയിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ തിയോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ, വലിയ പരീക്ഷന്മാരും വിദ്യാസമ്പന്നരും അല്ലെങ്കിൽ പ്രമാണികളുമായിട്ടുള്ള ആളുകൾ, പള്ളി പ്രമാണികളൊക്കെ പറഞ്ഞിരുന്നത് അവർ വിശുദ്ധരാണ്. അപ്പം നാം സ്വയം വിശുദ്ധനായി കാണിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ദൈവമായിരിക്കുന്നവനെ അശുദ്ധനായി കാണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ബിക്കോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വിധി നാം മനുഷ്യന്മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ആ മനുഷ്യൻ്റെ ഹൃദയം, നീ ചൂണ്ടുന്ന മനുഷ്യൻ, നീ നോക്കിക്കാണുന്ന മനുഷ്യൻ, അവൻ്റെ ഹൃദയത്തെ നീ കാണുന്നില്ല. അവൻ ദൈവമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നീ അറിയുന്നില്ല. ഇത് വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് അവനെ നീ വിധിക്കാനും പാടില്ല. അപ്പോൾ മനുഷ്യനെ വിധിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രസ്താവനകൾ, നമ്മുടെ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ സഭയിൽ ഗുണം ചെയ്യില്ല. പക്ഷേ നമ്മൾ പറയേണ്ട സത്യങ്ങൾ പറയാതെ പോകുന്നതും ഗുണം ചെയ്യില്ല. യഥാർത്ഥത്തിൽ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അല്ലെങ്കിൽ 9-ന്റെ 2-ാം പകുതി പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലേക്കുള്ള മടങ്ങിവരവിനെയാണ്. വിഗ്രഹങ്ങളെ വിട്ടുള്ള ജീവനുള്ള ദൈവത്തിലേക്കുള്ള മടങ്ങിവരവ്, ആ സന്തോഷത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഞാനത് ഇദ്ദേഹം ഈ പ്രസംഗം എടുത്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ വളരെ ശക്തമായിട്ട് സന്തോഷിച്ചായിരുന്നു. പക്ഷേ തെറ്റായ ഡയറക്ഷനിലേക്ക് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ. സാരമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണമെന്നില്ല. കാരണം ലോകം നോക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി ലോകം നമ്മളെ നോക്കുന്നത് നമ്മളൊരു വിശ്വാസിയായിട്ട് നമ്മൾ കാണണം, അവരെ അങ്ങനെ നമ്മൾ ആകർഷിക്കപ്പെടണം. ഇതാണ് അദ്ദേഹം കൊടുത്തത്. അതും തെറ്റായ ഒരു കാര്യമൊന്നുമല്ല, പറഞ്ഞത് മോശമൊന്നുമല്ല. പക്ഷേ സത്യം പറയാതെ പോയി എന്നുള്ള ഒരു ദുഃഖം എനിക്കവിടെ ഉണ്ട്. കാരണം ഇതാണ് വിഗ്രഹാരാധികൾ, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാത്തവർ, കർത്താവിനെ കണ്ടെത്താത്തവർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ. അവന് അത് കണ്ടെത്താൻ സാധിച്ചാൽ അവൻ സ്വസ്ഥനായി, അവൻ സ്വതന്ത്രനായി. പിന്നെ നമുക്ക് ഈ എബ്രായർ എഴുതിയ 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ അതിൻ്റെ അകത്ത് ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരുന്ന മോശയുടെ, അതുപോലെ ഇസ്രായേൽ മക്കൾ വഴിതെറ്റി പോകുന്ന രീതിയെക്കുറിച്ചൊക്കെ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ പരാമർശിച്ചത്. അപ്പോൾ സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കിയതിലേക്കുള്ള പ്രവേശനത്തിന് നാം ലോകത്തിൻ്റെ മുമ്പിൽ മോടി പിടിപ്പിച്ചിട്ട്, നമ്മളുടെ ഡ്രസ്സ് നന്നാക്കിയിട്ട്, നമ്മളുടെ തലമുടി നന്നാക്കിയിട്ട്, നമ്മളുടെ മീശ നന്നാക്കിയിട്ട്, താടി നന്നാക്കിയിട്ട്, നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ സയൻസ് പറയുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നാൽ മാത്രം പോരാ. അങ്ങനെയുള്ളവർ ദൈവം പറയും ഒരു ദിവസം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. പക്ഷേ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ ദൈവം അറിയും. ദൈവം അറിയുന്നു എന്ന് പറയും. അവൻ്റെ പേരും അവിടെ ഉണ്ടാവും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപികളെ രക്ഷിക്കാനാണ്, പാപത്തിൽ നിന്ന് വിടുതൽ എന്നാണ്. ഈ പാപം എന്താണെന്നുള്ള തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് നാം ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലേക്കൊക്കെ നാം വഴിതെറ്റിപ്പോകുന്നത്. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ ഇരിക്കുന്നതാണ്. ദൈവപുത്രനെ സ്വീകരിക്കാത്തതാണ്. ദൈവം അയച്ചവനെ സ്വീകരിക്കാത്തതാണ്. അതാണ് പാപം. നിങ്ങൾ തിരിച്ചറിയണം. ലോകത്തിൽ നിങ്ങൾ ഭക്ഷിക്കുന്നതോ കുടിക്കുന്നതോ ചിന്തിക്കുന്നതല്ല. ഇനി ഈ ഭക്ഷണവും കുടിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഉറപ്പില്ലാതെ നീ ഇന്നത് കഴിക്കരുത്, ഇന്നത് കുടിക്കരുത് എന്ന് നീ മറ്റൊരാളെ ഉപദേശിക്കാൻ പാടില്ല. അങ്ങനെ ഉപദേശിച്ചാൽ ആ ഉപദേശം നിമിത്തം നീ പാപിയാക്കപ്പെടും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരാളെ നീ ഉപദേശിക്കുകയാണെന്ന്, ഇന്നത് കുടിക്കരുത്, അത് നിൻ്റെ ബോധ്യത്തിൽ നിന്ന് നീ പറയുകയാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നീ അത് കുടിക്കുകയാണെങ്കിൽ നീ അതിൽ പാപിയായി. അത് നീ സ്വയം വരുത്തി വെച്ച ലംഘനമാണ്, നിന്നിൽ വന്ന ലംഘനമാണ്. ബൈബിൾ അത് പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ നാം സ്വയം വചനമുണ്ടാക്കി നാം മറ്റുള്ളവന് കൊടുത്തിട്ട് അത് നീ അനുസരിക്കാതെ ഇരുന്നാൽ അത് വളരെ വലിയ തെറ്റാണ്. അപ്പോൾ നാം എന്ത് കഴിക്കണം, എന്ത് കുടിക്കണമെന്ന് നാം ആരോടും പറയാൻ നിൽക്കരുത്. കാരണം അത് ഓരോ മനുഷ്യനിലും നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാം രക്ഷിക്കപ്പെടേണ്ടതാണ്. ദൈവത്തിലേക്കുള്ള മടങ്ങിവരവാണ് രക്ഷയുടെ മുഖ്യ ആധാരമായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞാൽ നാം ജീവിക്കേണ്ടതിൻ്റെ ലക്ഷ്യവും എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഈ വചനം എത്തിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ വചനം, നമ്മളുടെ ജീവനെ രക്ഷിക്കാൻ കാരണമായ ഈ വചനത്തെ നാം പറയുക,
ആ രക്ഷാകാരണങ്ങളെ പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് കർത്താവിനെ പരിഹസിച്ചവരെ പോലെ വിശ്വാസികളായിരിക്കുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാവാൻ പാടില്ല സഭായോഗങ്ങളിലെ പ്രസംഗങ്ങൾ. സഭായോഗങ്ങളിലെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനത്തെ ഉദ്ധരിക്കണം. കാരണം അവിടെ വരുന്ന ആളുകൾ വചനത്തെ യഥാർത്ഥമായി വിഭജിച്ചു കൊടുക്കാൻ പറ്റണം. കാരണം ലോകപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്. ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടിനെ കാണിക്കുന്നതല്ല ഈ വിടുതലൊന്നും. നല്ല വസ്ത്രം ധരിക്കുക, തലമുടി വെട്ടുക, അല്ലെങ്കിൽ ഇതൊന്നും ലോകത്തിൽ നിന്നുള്ള വേർപാടിനെ കാണിക്കുന്നതല്ല. ലോകത്തിൽ നിന്ന് വേർപാടിനെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ്. ആ മനുഷ്യനിലെ കർത്താവായ യേശു ക്രിസ്തു വിളങ്ങും. ആ വിളങ്ങുന്നതാണ്. അവൻ്റെ നന്മ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും. അവൻ്റെ നന്മ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ പ്രഘോഷിക്കുന്നവനായിരിക്കും യഥാർത്ഥമായിട്ട്. അതുപോലെ ദൈവത്തിൻ്റെ വചനം സത്യത്തെ നീതിപൂർവമായിട്ട് വിഭജിച്ചു കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയമില്ലാതെ ദൈവത്തെ പ്രസംഗിക്കുന്നവനായിരിക്കും. അപ്പോൾ പരീശന്മാർ അവിടെ കർത്താവിനെ ക്രൂശിക്കുന്ന ഒരു രീതിയുണ്ട്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പോയിരുന്ന ആഹാരം കഴിക്കുന്നു, എന്തെല്ലാം കുറ്റപ്പെടുത്തലാണ് കർത്താവായ യേശുക്രിസ്തു നേരിട്ടത്. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ അനേക ആളുകൾ നമ്മളിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വേലയിൽ നിന്ന് നാം പുറകോട്ട് പോകരുത്. നമ്മുടെ ലക്ഷ്യം കർത്താവായ യേശുക്രിസ്തുവിനെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ നീതിയെക്കുറിച്ച്, അവൻ്റെ രാജ്യത്തെക്കുറിച്ച് നാം ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നാം പരസ്യമായിട്ട് രേഖപ്പെടുത്തണം. കാരണം അതിനു വേണ്ടിയിട്ടാണ് നാം സ്നാനപ്പെട്ട് മാറിയിട്ടുള്ളത്. കർത്താവിനെ ശുശ്രൂഷിക്കാൻ തന്നെയാണ് നാം സ്നാനമേൽക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ പൊതുമധ്യത്തിൽ നാം ഉയർത്താൻ വേണ്ടിയിട്ടാണ് നാം സ്നാനമേൽക്കുന്നത്. അതാണ് സ്നാനത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നാം വചന ശുശ്രൂഷ സഭയിലാണെങ്കിലും പുറത്താണെങ്കിലും കർത്താവിനെ ആയിരിക്കണം കർത്താവായിരിക്കണം നമ്മുടെ ഹൈലൈറ്റ്. അതായത് കർത്താവിലേക്കുള്ള നമ്മുടെ ആകർഷണമായിരിക്കണം നമ്മുടെ വചന ശുശ്രൂഷയുടെ മുഖ്യ കാരണം. അപ്പോൾ അതെന്താണ്? കർത്താവിനെ അംഗീകരിക്കാത്തതാണ് പാപമെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യം വരണം. ഈ പാപത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും വചന ശുശ്രൂഷയിലെ പാളിച്ചകൾക്ക് കാരണമായിട്ട് വരുന്നത്. ഈ പാപം നല്ല പ്രവൃത്തികൾ മാത്രമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള WHO നിശ്ചയിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാത്രമായിട്ട് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനമല്ല, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല നാം ആഗ്രഹിച്ചു കൊടുക്കുന്നത്. WHO പോലെയുള്ള ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് കൊടുക്കുന്ന അഡ്വൈസുകൾ ഇന്നത് തെറ്റാണ്, ഇന്നത് ചെയ്തത് ഇത് അപകടമാണ് എന്ന് പറയുന്നത് അല്ല അപകടം. അവർ ഓരോ ബിസിനസ് ടൈക്കോൺസ് പറയുന്നത് അനുസരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, വചനമെടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഈ വചനം എന്നോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നാം ആ വചനത്തിലേക്ക് നോക്കിയാൽ ദൈവം നിനക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നീ എങ്ങനെ ജീവിക്കണം, എങ്ങനെയായിരിക്കണം നിൻ്റെ നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു തരും. ഇതിനെ ശക്തമായ ഹൃദയത്തിലെടുത്ത് ആർക്കും ബാധ്യതയാവാതെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക, കൂടുതലായിട്ട് പറഞ്ഞാൽ ഞാൻ ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ പറഞ്ഞത്, അതായത് അവർ നിരന്തരം പിറുപിറുപ്പിൻ്റെ ഒരു യാത്രയായിരുന്നു. അവർ 40 വർഷം മരുഭൂമിയിലഴഞ്ഞു. അവരെ കർത്താവ് 40 വർഷം മോശയെ ദൈവം ഒരുക്കി അവരെ വിടുവിക്കുന്നതിന് വേണ്ടിയിട്ട്. 40 വർഷത്തെ ജീവിതം, അതിനുശേഷം 40 വർഷം വീണ്ടും മരുഭൂമിയിലുള്ള യാത്ര. ഇതിനിടയ്ക്ക് അനേക അത്ഭുതങ്ങൾ ഈ ജനം കണ്ടു. പക്ഷേ അവരെ വിഗ്രഹത്തിൽ നിന്നും, അവരെ അടിമത്തത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. അടിമത്തത്വമായിരുന്നു ആക്ച്വലി, അടിമത്തമാണ് ഒരു ഈ നമ്മളുടെ ഈ എന്താ പറയുക, വിശ്വാസം എന്ന് പറഞ്ഞാൽ ചില രീതിയിൽ അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടാവും. ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ ആ വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ വിടുവിച്ചു.
അവരുടെ വേദനയിൽ നിന്നും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ചു. ആ വിടുവിച്ച ദൈവത്തെ വീണ്ടും അവർ പരീക്ഷിക്കുക. എങ്ങനെയാണ്? അവർക്ക് അല്പം വിശപ്പ് വന്നപ്പോൾ, അല്പം ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ, ഇറച്ചി കിട്ടാതെ വന്നപ്പോൾ, അവർക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ, മരണം മുന്നിൽ കണ്ടപ്പോൾ അവർ സംശയിച്ചു. ഇതാണ് ദൈവത്തെ കോപിപ്പിച്ച കാര്യം. ഈ സംശയം, വിശ്വസിച്ചവൻ വീണ്ടും സംശയത്തിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്റ്റാണ്. കർത്താവിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഒരിക്കൽ വിശ്വസിച്ചവൻ ആ വിശ്വാസ ലംഘനത്തിലേക്ക്, അതായത് കർത്താവിൽ നിന്നുള്ള വിടവ് അല്ലെങ്കിൽ ആ വേർപാടെന്ന് പറയുന്നത് ഈ അവിശ്വാസമാണ്. ഈ അവിശ്വാസം ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഈ അവിശ്വാസത്തിൻ്റെ മാനദണ്ഡം മനുഷ്യൻ നിശ്ചയിക്കുന്നത് ഈ പുറമേയുള്ള പ്രവൃത്തികളെ കണ്ടാണ്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്റ്റായിട്ട് വരുന്നത്. ഈ പുറമേയുള്ള പ്രവൃത്തികളെ കണ്ട് ഒരു മനുഷ്യൻ്റെ വിശ്വാസവും അവിശ്വാസവും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന് നാം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന അവൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അവൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവമുണ്ട്. അവൻ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം എവിടെയാണ്, അവൻ ഹൃദയത്തിൽ എന്താണ് സംസാരിക്കുന്നത്, ദൈവവുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് അവനും ദൈവത്തിനും മാത്രമേ അറിയാവുള്ളൂ. ബാക്കിയുള്ള ആ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല. ചിലർക്ക് അറിയുന്നുണ്ടാവും, ചിലർ ചിരിക്കുന്നുണ്ടാവും, ചിലർ പാട്ട് പാടുന്നുണ്ടാവും, ചിലർ വചനം വായിക്കുന്നുണ്ടാവും, ശുശ്രൂഷിക്കുന്നുണ്ടാവും. പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം ദൈവവുമായിട്ടാണ്. നമ്മൾ വ്യക്തികളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സഭയായിട്ട് കൂടി വരുമ്പോൾ ഓരോ ഹൃദയവുമായിട്ട് കർത്താവായ യേശുക്രിസ്തുവാണ് ബന്ധപ്പെടുന്നത്. ആ ഹൃദയങ്ങളെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പുറമേ നിന്ന് നോക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഹൃദയങ്ങളെ നോക്കാൻ കഴിയാത്ത മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ്റെ രൂപത്തിൽ, പുറമേയുള്ള രൂപത്തിലോ അവൻ്റെ പ്രവൃത്തികളോ കണ്ട് അവനെ വിധിക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്. നമ്മൾ വചനം സംസാരിക്കണം, വചനത്തിൻ്റെ സത്യം സംസാരിക്കണം. ലോകത്തിൽ നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ദൈവം പറയുന്നത് ഹൃദയവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അല്ലാണ്ട് നമ്മളൊരു ജെൻറ്റിൽമാനായിട്ട് കാണിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല വിശ്വാസി എന്നുള്ള ആ പ്രക്രിയയിലേക്ക് നാം കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരാൾ, അവൻ്റെ പ്രവൃത്തികൾ, പലതരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. രഹസ്യമായിട്ട് അവൻ ചെയ്യുന്ന ഒത്തിരി പ്രവൃത്തികളുണ്ട്, ആരെയും കാണിക്കാതെ അവൻ രഹസ്യമായിട്ടേ ചെയ്യുള്ളൂ. നന്മ പ്രവൃത്തികൾ അത് എണ്ണപ്പെടും. ഈ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസമില്ലാത്തവൻ എന്ത് കാണിച്ചാലും അവൻ പുറമേ ആയിരിക്കും അത് കാണിക്കുക. അത് എന്ത് കാണിച്ചാലും ആ കാണിക്കുന്നത് എണ്ണപ്പെടില്ല. കാരണം അവൻ ദൈവത്തെങ്കിൽ നിന്നുള്ളവനല്ല, ദൈവത്തെങ്കിലേക്ക് വന്നിട്ടില്ല, ദൈവത്തെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഈ വേർപാടിനെ കുറിച്ച് ഈ ഭാഗം പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് വന്നിട്ട് വിട്ടുപോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വിട്ടുപോയിട്ട് മടങ്ങി വന്നിട്ട് വീണ്ടും വിട്ടുപോകുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് സംഭവിക്കാൻ പാടില്ല. അതിന് നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് മാനുഷികമായിട്ടുള്ള ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ വെച്ചിട്ട്, അല്ലെങ്കിൽ ജീവിക്കുന്ന രീതി വെച്ചിട്ട്, മനുഷ്യൻ ചിലവാക്കുന്ന പണത്തിൻ്റെ രീതി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ലുക്ക് വെച്ചിട്ടല്ല. ഓക്കെ, അവൻ്റെ ഹൃദയമാണ് അളക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നാം ആരെയും വിധിക്കാതിരിക്കുക. വചന ശുശ്രൂഷിക്കുമ്പോൾ സിൻസിയറായിട്ട് വചനം എന്താണ് നമ്മളോട് പറയുന്നത്, ഈ ഭാഗം എന്താണ് സംസാരിക്കുന്നത്, ഈ ഭാഗത്തിൽ നിന്ന് കർത്താവ് എന്താണ് നാം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് പറയേണ്ടത്. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, പല സ്ഥലത്തും ഇങ്ങനെയുണ്ട്. ആളുകളെ ചൂണ്ടിക്കാട്ടി, ആളുകളെ മനസ്സിൽ കണ്ട്, ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ആളുകളുടെ പ്രവൃത്തി ഇന്നതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വിവേചിച്ചറിഞ്ഞതിന് ശേഷം അവർക്കെതിരെയുള്ളൊരു പ്രസംഗമായിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു രീതി, അത് ഒരിക്കലും ഒരു നല്ല സ്വഭാവമല്ല. അത് ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവമല്ല. പക്ഷെ ദൈവം കറക്റ്റായിട്ട് വിധിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം വിധിക്കണം. ദൈവമാണ്. ദൈവമായവന് മാത്രമേ മനുഷ്യനെ പൂർണ്ണമായിട്ട് വിധിക്കാനും അവനെ ശിക്ഷിക്കാനും അവനെ വളർത്താനും അവനെ എല്ലാത്തിനുമുള്ള സാഹചര്യമുള്ളൂ. ദൈവമാണ്. ആ ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ദൈവത്തിലേക്കുള്ള മടങ്ങിവരവ്, അത് സന്തോഷിക്കുകയാണ്, അതിൽ നാം ആനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നശിച്ചു പോവേണ്ടതായിരുന്നു. നമ്മൾ ഒരു കാലത്തും മടങ്ങി വരാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു. നാം സർവ്വ പാപത്തിൽപ്പെട്ട ഒഴിയുന്നവരായിരുന്നു.
പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശുമരണം മുഖാന്തരം ആ സർവ്വശിക്ഷാവധികളും അവൻ ഏറ്റെടുത്തത് മുഖാന്തരം നമ്മൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർക്കാണ് ആ മോചനം ദൈവം കൊടുത്തിട്ടുള്ളത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അവിടെ നാം എബ്രായർ ലേഖനത്തിൽ വായിക്കുന്നത് 4 അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ വായിക്കുന്നത്, അതായത് ആദ്യ വിശ്വാസം തള്ളിക്കളയാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ വേർപാടിൻ്റെ അവസ്ഥ. ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ആദ്യ വിശ്വാസം ഏതാ? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മളിൽ ഉള്ളത്തിലെ ആ സന്തോഷവും ആ വിശ്വാസവും ആ ബലവും ആ ജീവിതം മുഴുവൻ നാം നിലനിർത്തണം. ഏതെല്ലാം പ്രതിസന്ധിയിലും പ്രയാസത്തിലും നമ്മൾ കടന്നുപോയാലും ഈ വിശ്വാസവും ഈ ബലവുമാണ് നമ്മളുടെ ജീവൻ. അതായിരിക്കണം നമ്മളുടെ ജീവൻ. അപ്പോൾ ഇതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വേർപാട്. വിശ്വാസം മാത്രം. മനുഷ്യൻ ജഡീകനാണ്, ജഡീക സ്വഭാവങ്ങളിൽ പാപങ്ങളിൽ വീഴാം. പക്ഷേ നീ ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഇതാണ് വേർപാട്. എന്തിൽ നിന്നുള്ള വേർപാട്? വിഗ്രഹങ്ങളിൽ നിന്നുള്ള വേർപാട്. ജീവനുള്ള ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന ആ ലോകത്തു നിന്നുള്ള വേർപാട്. കർത്താവ് നമുക്ക് വേണ്ടി വന്നതിൻ്റെ ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നാം ജീവിതം സ്വസ്ഥമായി അനുഭവിച്ചതിന് ശേഷം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ സ്വസ്ഥതയിൽ എന്ന് പറഞ്ഞാൽ അവനാണ് പ്രവൃത്തികളുടെ പൂർത്തീകരണം വരുത്തിയവൻ. അപ്പോൾ ആ പ്രവൃത്തികളുടെ പൂർത്തീകരണം വരുത്തിയിട്ട് അവൻ കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് വേണ്ടി ഭവനം ഒരുക്കി കാത്തിരിക്കുകയാണ്. സോ പ്രിയ ദൈവമക്കളെ, ദൈവജനമേ, നാം തെറ്റായ പ്രസംഗങ്ങളിൽ വീഴുവാൻ പാടില്ല. നമ്മുടെ ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് സ്നേഹിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആ വിശ്വാസം, കർത്താവിലേക്ക് നാം ചേർക്കപ്പെട്ട ആ നിമിഷത്തിലെ വിശ്വാസം, അത് ജീവിതം മുഴുവൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവനാമം വാഴ്ത്തപ്പെടുമാറട്ടെ. ഈ വചന കേൾവി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബലം തരട്ടെ, ശക്തി തരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഒരു കാരണമായി അടിയൻ്റെ ഈ ചെറിയ വാക്കുകൾ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.